അറിയുന്ന കാര്യമാണ്. നമ്മളുടെ ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കി അല്ലേ. ഇനി 8ാം ക്ലാസ്സിൽ നിന്ന് വെറുതെ അങ്ങ് ജയിച്ച് 9ാം ക്ലാസ്സിലൊന്നും എത്തൂല. എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മളുടെ 9ാം ക്ലാസ്സിലേക്ക് എത്താൻ കഴിയുള്ളൂ. സോ കുറേ കാലമായി നമ്മൾ ഇത് കേൾക്കുന്നത് അല്ലേ. നമ്മളുടെ 8ാം ക്ലാസ്സിൽ 2.5 ലക്ഷത്തിലധികം കുട്ടികൾ പരാജയപ്പെട്ടു, ഇനി വേറെ അവർക്ക് റീടെസ്റ്റ് നടത്തും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് തോന്നിയ കാര്യം എന്താണ്? 8ാം ക്ലാസ്സിൽ ഞാൻ പാസ്സാവുമെന്ന് തോന്നിയവരാണെങ്കിൽ താഴെ പാസ് എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും നോക്കാന്നാണെങ്കിൽ അത് അങ്ങനെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പെട്ടു മിസ് എന്നുള്ളതാണെങ്കിൽ താഴെ പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളുടെ ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കി, ഇനി പഠിച്ചാൽ മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയുന്നതാണ് നമ്മളുടെ ആകെ മാർക്കിന്റെ 30% കിട്ടിയാൽ പാസ്സാവുന്നു. അപ്പൊ കുറച്ചാൾ ഉള്ളിലെങ്കിലും ഉള്ളതാണ് നമ്മളുടെ 30% എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ഒന്നും അല്ലല്ലോ. അതായത് ഇപ്പൊ നമുക്ക് എത്രയിലാ മാർക്ക് വരുന്നത്? 40ലാണ് അല്ലെ നമ്മളുടെ എക്സാം വരുന്നത്. 40 നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ എക്സാം വരുന്നത്. ഈ 40 എത്ര കിട്ടിയാലാ പാസ്സാവുക? സിമ്പിൾ, നമുക്ക് 12 മാർക്ക് കിട്ടിയാൽ നമ്മൾ സിമ്പിളായിട്ട് പാസ്സാവും. സോ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും 12 മാർക്ക്, അതെനിക്ക് എങ്ങനെങ്കിലും ഒപ്പിക്കാൻ കഴിയുന്നു ഇല്ലേ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ടാണ്, ഞാൻ ജസ്റ്റ് പാസ്സായാൽ മതിയോ? ഈ ഒരു 12 മാർക്ക് കിട്ടി ജസ്റ്റ് പാസ്സാവാനാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല, ഞാൻ പഠിച്ചിട്ട് ജസ്റ്റ് പാസ്സിനുള്ള മാർക്കൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുന്നു ഉള്ളിൽ തോന്നുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എടാ, നിങ്ങൾ UP മാറിയിട്ടോ, നിങ്ങൾ ഹൈസ്കൂളിൽ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു ഇയർ മുതൽ 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പം ഒരു ഫ്രഷ് ആയിട്ട്, സൂപ്പർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാനൊന്നും ആവില്ല. ഇനി അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10ാം ക്ലാസ്സിൽ ഞാൻ ഉഷാറാക്കും, 8 പോട്ടെ 9 പോട്ടെ, 10ാം ക്ലാസ് SSLC എൻ്റെ മുന്നിലേക്ക് വരുമ്പം ഞാൻ ഫുൾ പഠിക്കുന്നു, ഞാൻ ഫുൾ A+ വാങ്ങുന്നു, അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞങ്ങൾക്ക് ചേച്ചിമാരൊക്കെ ഫോട്ടോസ് ബാനറിൽ വന്ന പോലെ എന്റെയും വരണം, അത് നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ 10ാം ക്ലാസ് ഉഷാറാക്കാം, ബാക്കിയൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും, ബാക്കിയൊക്കെ ജസ്റ്റ് പാസ് എന്ന്. പക്ഷേ മക്കളെ, നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളുടെ 8ാം ക്ലാസ്സിന്റെ ബാക്കി തന്നെയാണ് 9ൽ വരുന്നത്, 9ന്റെ ബാക്കി ഭാഗമാണ് 10ൽ വരുന്നത്. നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയതോട് കൂടിയിട്ട് അത് കറക്റ്റ് പാറ്റേണിലാണ് അതാ പോകുന്നത്. നിങ്ങളോട് ഇനി 8th കഴിഞ്ഞ് 9th എത്തുമ്പോൾ നിങ്ങളോട് എന്താ ചോദിക്കാറിയോ? 8ൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലായിരുന്നോ? അതിന്റെ ബാക്കിയായിരിക്കും ഇതിൽ പറയാ. ഇത് പഠിച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മക്കൾ അറിയേണ്ട കാര്യം, ഇനി മുന്നോട്ട് 10th കഴിഞ്ഞ് ഇനി നിങ്ങൾ മുന്നോട്ട് എന്താവുന്നു, നിങ്ങൾ ഫ്യൂച്ചറിൽ ആരായിത്തീരുന്നു, അതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു കൊല്ലങ്ങളിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മക്കളെ, പഠിച്ചാൽ മാത്രമേ ഇനി കാര്യമുള്ളൂ. UP എന്ന് പറയുന്ന ഈ ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞു. 8ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പുതിയ കടമ്പയിലാണ് മക്കളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബേസിക് എന്നാണ് 8ാം ക്ലാസ് എന്ന് തുടങ്ങുക. വലിയ കാര്യങ്ങളൊന്നും പഠിക്കൊന്നുമില്ല. നമ്മൾ 8ാം ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ള കാര്യങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ 8th അടിപൊളിയായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ 9th-ലും 10th-ലും ഒക്കെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ ഒരു ജസ്റ്റ് പാസ് എന്നുള്ളത് വെറുതെ ഒരു മാർക്ക് മാത്രമാണ്. ഈ ജസ്റ്റ് പാസ് എന്നുള്ള 12 മാർക്ക് എന്ന് പറയുന്നത് അത് നമുക്കുള്ള കാര്യമല്ല, അത് വേറെ ആർക്കോ ഉള്ളതാണ്. അത് വെറുതെ പഠിക്കാനല്ല, പഠിക്കാൻ വരുന്നവർക്കുള്ളതല്ല അത്. ആ 12 മാർക്ക് എന്നുള്ളത് നമുക്കുള്ളത്, നമുക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ളത് ഫുൾ മാർക്ക് തന്നെയാണ്. നമ്മൾ ഈ ഫുൾ മാർക്ക് വാങ്ങിയെടുക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കറിയാം, ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, റെഫറൻസ് ചെയ്യാൻ വീഡിയോസ് ഉണ്ടാവില്ല, പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, പുതിയ പാറ്റേണിലായിരിക്കും വരിക, ഞങ്ങൾക്ക് എക്സാം എഴുതി നോക്കിയിട്ടില്ല, പുതിയ ടൈപ്പ് ഓഫ് എക്സാം ആണ് ഞങ്ങൾ എഴുതുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ വിലക്ക് വെക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. അതിനുള്ളതാണടാ ഞങ്ങളുടെ സൂപ്പർ ബാച്ച്. ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ജസ്റ്റ് പാസ് എനിക്ക് പോരാ, ഫുൾ മാർക്ക് വേണം എന്നുള്ളവർക്കുള്ളതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3999 ബാച്ച് 2999 തന്നെ നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാം ഫുൾ പാക്ഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് മാത്രമല്ല ഇതിലുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് കഴിയുമ്പോൾ, ഓരോ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്താനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു, എന്നിട്ട് ആ വീഡിയോ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ കണ്ടു. ആ 10 മിനിറ്റിന്റെ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുക.
അപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഈ വീഡിയോ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ വീഡിയോസും പഠിച്ച് നമുക്ക് പോവാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ വലിയ പ്രശ്നമാണ് അല്ലേ. എക്സാംസ് പുതിയൊരു പാറ്റേണിലാണ് നിങ്ങൾക്ക് വരുന്നത്. നമ്മൾ 40 മാർക്കിന്റെ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ 40 മാർക്കിന്റെ എക്സാം ഒന്നും മക്കൾ ഇതുവരെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 40 മാർക്കിന്റെ എക്സാമും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തു തരാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഡോണ്ട് വെറി, നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി ഉഷാറാക്കിയിട്ട് 8ാം ക്ലാസ് പവർ ആക്കണം. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ലടാ, സെറ്റാണ്, ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോവുമായി കാണാം. പിന്നെ മറക്കണ്ട, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. ഓക്കെ, ദെൻ ബൈ.